Hi all, welcome to Wings to Win Education. നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഡിഗ്രി കോമൺ ലെവൽ പ്രിലിംസിന്റെ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മളുടെ ഡേ 2 ആണ് ഇന്ന്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാർട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ലക്ഷ്മികാന്തിനെ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ സിവിക്സിനും ഒക്കെ വേണ്ടിയിട്ട് ലക്ഷ്മികാന്തിന്റെ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഡാറ്റയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് പോലെ ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഫ്രീ കോഴ്സാണ് നമ്മൾ ഈ ഒരു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിന്റെ നോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഓരോ സബ്ജക്ട്, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെക്കും, ഒരു ടെസ്റ്റ് വെക്കും. ആ ടെസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ PDF രൂപത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. അത് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നത്. നിങ്ങൾക്ക് ആൻസേഴ്സ് പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് യൂട്യൂബ് ചാനൽ വഴി തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു മെന്റർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനുള്ള, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു വഴി തന്നെയാണ് നമ്മൾ ഒരുക്കി തരുന്നത്. ഓക്കെ, നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനോടൊപ്പം ചേരാം. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾക്ക് ഇത് എത്തിക്കാം. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് ക്രിറ്റിസിസം ആവട്ടെ, അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു വീഡിയോന്റെ അല്ലെങ്കിൽ ക്ലാസ്സസിന്റെ ഗുഡ് പോയിന്റ്സ് ആവട്ടെ, ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ത്രൂ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അതിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാവാം. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, മോട്ടിവേഷൻ മെസ്സേജുകൾ എല്ലാം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ത്രൂ ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ വളച്ചുകെട്ടില്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് പോവാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും, പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. ഇനി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സെക്കൻഡ് ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു അങ്ങനെ ഇന്ത്യക്ക് എന്ത് കിട്ടുകയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുകയാണ്. ആ സഭ എന്ന് പറയുന്നതിനകത്ത് അതില് ആ സഭയ്ക്ക് അല്ലെങ്കിൽ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ലെവലിലുള്ള, അതായത് മേജർ കമ്മിറ്റി, മുഖ്യ കമ്മിറ്റികളും അതിന് താഴെയുള്ള മൈനർ ചെറിയ ചെറിയ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണ് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഈ കമ്മിറ്റീസ് പ്രധാനമാണ് കേട്ടോ. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയാണ്, അതിന്റെ തലവൻ ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർഡ് ബൈ ജവഹർലാൽ നെഹ്റു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ബൈ സർദാർ വല്ലഭഭായ് പട്ടേൽ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ. ദെൻ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ എക്സ്ക്ലൂഡഡ് ഏരിയാസ്. അപ്പൊ അഡ്വൈസറി കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് അല്ലെ, മൗലികാവകാശത്തിലും മൈനോറിറ്റിയിലും അതുപോലെ തന്നെ ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസിന്റെ ഒക്കെയുള്ള അഡ്വൈസറി കമ്മിറ്റി സർദാർ വല്ലഭഭായ് പട്ടേൽ തന്നെയായിരുന്നു ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഈ അഡ്വൈസറി കമ്മിറ്റി തന്നെ എന്താണ്, ഇങ്ങനെ 5 എണ്ണമായിട്ട് വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അഡ്വൈസറി കമ്മിറ്റിക്കകത്ത് തന്നെ 5 സബ് കമ്മിറ്റീസും കൂടെ ഉണ്ടായിരുന്നു. അതായത് അതിൽ ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി, ഇതിന്റെ ഈ 5 എണ്ണത്തിന്റെയും ഒരു മെയിൻ ആയിട്ടാണ് അഡ്വൈസറി കമ്മിറ്റി വരുന്നത്. അഡ്വൈസറി കമ്മിറ്റിയുടെ തലവൻ ആരാണ്, സർദാർ വല്ലഭഭായ് പട്ടേലാണ്. അഡ്വൈസറി കമ്മിറ്റിയെ 5 എണ്ണമായിട്ട് വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി JB കൃപലാനി അധ്യക്ഷം വഹിച്ചു. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി അധ്യക്ഷത വഹിച്ചു. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ഏരിയാസ് ഗോപിനാഥൻ ബർദോളി. ഓക്കെ, എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് AV താക്കർ. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് സബ്
കമ്മിറ്റിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളവർക്ക് അതിന് പ്രധാനപ്പെട്ട ഒരു ചെയർമാൻ ഒന്നും അതിന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന കമ്മിറ്റിയുടെ ചെയർ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് പ്രീവിയസ് ഇയേഴ്സിൽ. അപ്പൊ കമ്മിറ്റീസും അധ്യക്ഷന്മാരും പഠിച്ചു വെക്കുക. ഓക്കെ, റൂൾസ് ഫോർ പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. അപ്പൊ ജവഹർലാൽ നെഹ്റു 3 അല്ലേ? ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഏതൊക്കെയാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കണേ. ദെൻ മൈനർ കമ്മിറ്റീസിൽ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഡോക്ടർ KM മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ്. ഈ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇപ്പൊ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി. അഡ്ഹോക് കമ്മിറ്റീസ് ഒക്കെ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ആ പേർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കമ്മിറ്റി പിരിച്ചുവിടും. അത്തരം കമ്മിറ്റീസ് ആണ് അഡ്ഹോക് കമ്മിറ്റീസ്. നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അഡ്ഹോക് കമ്മിറ്റി, ഫ്ലാഗിന്റെ നിർമ്മാണത്തിന് ശേഷം എന്ത് ചെയ്യും? ആ കമ്മിറ്റി പിരിച്ചുവിടും. അപ്പൊ അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കമ്മിറ്റി ഓൺ ഫംഗ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി GV മാവലങ്കർ. GV മാവലങ്കറിനെ നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മാവലങ്കറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിനായിരുന്നു എന്നത് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കൂ. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് S വരദമാചാരി. അദ്ദേഹം ഒരു അസംബ്ലി മെമ്പർ ഒന്നും ആയിരുന്നില്ല, എങ്കിലും അഡ്ഹോക് അത് സുപ്രീം കോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ഹോക് കമ്മിറ്റിയിൽ അദ്ദേഹം ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മിറ്റി ഓൺ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റിയുടേതും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിന്റെ കമ്മിറ്റിയുടെയും ഒക്കെ തലവൻ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ദെൻ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ഫൈനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ ആണ്. നളിനി രഞ്ജൻ സർക്കാരും അസംബ്ലി മെമ്പർ ആയിരുന്നില്ല. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ SK ദർ ആണ്. SK ദറും അസംബ്ലി മെമ്പർ ആയിരുന്നില്ല. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ 3 മേജർ കമ്മിറ്റിയും 4ാമത്തെ മൈനർ കമ്മിറ്റിയോ അല്ലെ സ്പെഷ്യൽ കമ്മിറ്റി ഓൺ ടു എക്സാമിൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദമാചാരി. വരദമാചാരിനെ നമ്മൾ വീണ്ടും കണ്ടിട്ടു അല്ലെ? 2 അഡ്ഹോക് കമ്മിറ്റി, ഒന്ന് സുപ്രീം കോർട്ട് അഡ്ഹോക് കമ്മിറ്റിയിലും ഒന്ന് സിറ്റിസൺഷിപ്പ് അഡ്ഹോക് കമ്മിറ്റിയിലും ചെയർ ആയിട്ടുണ്ടായിരുന്നത് S വരദമാചാരിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ദെൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. 1947 ഓഗസ്റ്റ് 29-ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. എന്താണ് ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്? പുതിയ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാന ധർമ്മം. ഇതിൽ പ്രധാനമായിട്ട് 7 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അതില് ചെയർമാൻ അടക്കം 7 പേര് കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ചെയർമാന്. ദെൻ N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ KM മുൻഷി, സെയ്ദ് മുഹമ്മദ് സാദുള്ള, N മാധവറാവു. അദ്ദേഹം BL മിത്തറിനെയാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടത്. അതായത് BL മിത്തർ ആയിരുന്നു ഇതിൽ അംഗമായിരുന്നത്. അദ്ദേഹത്തിന്റെ അസുഖം കാരണം അദ്ദേഹത്തിന് അതിന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ BL മിത്തറിന് പകരമാണ് പിന്നെ N മാധവറാവു വരുന്നത്. ദെൻ 7th മെമ്പർ TT കൃഷ്ണമാചാരിയാണ്. കൃഷ്ണമാചാരിയും DP കൈത്താൻ ആയിരുന്നു അംഗം. പക്ഷെ അദ്ദേഹം 1948 മരണപ്പെടുന്നു. കൈത്താന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് പകരമായി TT കൃഷ്ണമാചാരി വരുന്നത്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള ഈ 7 അംഗങ്ങളെയും പഠിച്ചു വെക്കണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര്, അല്ലെങ്കിൽ താഴെ പറയുന്നവരിൽ ഏതൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ എന്നൊക്കെ ചോദിക്കാം.
ഓക്കെ. വിവിധ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രപ്പോസലുകൾ ശേഖരിച്ചതിന് ശേഷം 1948 ഫെബ്രുവരിയിലാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ഭരണഘടനയുടെ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ഏത് വർഷം, ഏത് മാസം? 1948 ഫെബ്രുവരിയിലാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കമ്മിറ്റികളിൽ നിന്നും പ്രപ്പോസലുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ഈ ഡ്രാഫ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 മാസം സമയം ലഭിച്ചു ഇതിന്റെ മേൽ ചർച്ച നടത്താനും ഭേദഗതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാനൊക്കെ പബ്ലിക്കിന് എന്ത് ചെയ്തു? 6 മാസത്തെ സമയം ലഭിച്ചു. അങ്ങനെ ശേഷം 1948 ഒക്ടോബറിൽ ഭേദഗതികളോട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പ്രസിദ്ധീകരിച്ചു. 1948 രണ്ടാമത്തെ ഡ്രാഫ്റ്റ്, 1948 ഫെബ്രുവരിയിൽ ഒന്നാമത്തെ ഡ്രാഫ്റ്റ്, ശേഷം പൊതുജനങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഭേദഗതികളൊക്കെ അംഗീകരിച്ചുകൊണ്ട് എല്ലാതും അംഗീകരിച്ചു എന്നല്ല, അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്നും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് 1948 ഒക്ടോബറിൽ എന്ത് ചെയ്യപ്പെടുകയാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രണ്ടാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിന്റെ ഒരു നിർമ്മാണം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാല് 1948 നവംബർ 4 ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ഡോക്ടർ BR അംബേദ്കർ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത്. അതിന് ഫസ്റ്റ് റീഡിംഗ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് റീഡിംഗ് 1948 നവംബർ 4 നടക്കുന്നത്. അതിന്റെ മേലെ ജനറൽ ഡിസ്കഷൻ നടത്തുന്നു. ഏകദേശം ഒരു 5 ദിവസത്തോളം ഡിസ്കഷൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടക്കുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അസംബ്ലിക്ക് മുമ്പാകെ ഫസ്റ്റ് റീഡിംഗ് നടത്തുന്നു. ആ അസംബ്ലിയിൽ വെച്ചിട്ട് അതിന്റെ മേൽ ചർച്ച നടക്കുന്നു. നേരത്തേത് പബ്ലിക് ആയിരുന്നു, ജനങ്ങളായിരുന്നു ചർച്ച നടത്തിയത്. ഇപ്പോൾ ചർച്ച നടക്കുന്നത് അസംബ്ലിയിൽ മാത്രമായിട്ടാണ്. അങ്ങനെ 5 ദിവസം, നവംബർ 9 വരെ, 1948 നവംബർ 4 അവതരിപ്പിച്ച ഡ്രാഫ്റ്റ് 1948 നവംബർ 9 വരെ അതിന്റെ മേൽ ചർച്ച നടത്തുന്നു. എന്നിട്ട് നവംബർ 15 1948 മുതൽ ഒക്ടോബർ 17 1949 വരെ ഈ ചർച്ചകൾക്ക് ശേഷം ഡ്രാഫ്റ്റ് തയ്യാറാക്കി സെക്കൻഡ് റീഡിംഗ് ആര് നടത്തുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്നും അംബേദ്കർ നടത്തുന്നു. അങ്ങനെ നവംബർ 14 1949 തേർഡ് റീഡിങ്ങും കഴിയുന്നു. ഇങ്ങനെ 3 റീഡിംഗ് കഴിഞ്ഞതിന് ശേഷം നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് അതിലൊരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 8 സ്കെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഒരു ആമുഖം ഉണ്ടായിരുന്നു, ഒരു പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 8 സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കറിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും മോഡേൺ മനു എന്നൊക്കെ പേരിൽ വിളിക്കുന്നത്. മോഡേൺ മനു, ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇസ് നോൺ ആസ് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ. ഇനി 2015 നവംബർ 19 മുതൽ ഇങ്ങോട്ട് 2015 നവംബർ 19 മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും ഇന്ത്യ നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ച് പോരുന്നുണ്ട്. ഇനി കുറച്ച് ഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സിമ്പൽ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എലഫന്റ് ആണ്, ആനയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സിമ്പൽ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ആനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട് നിയമോപദേശകനായിട്ട് BN റാവു ആണ് ഉണ്ടായിരുന്നത്. അസംബ്ലിയുടെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് HVR അയ്യങ്കാർ ആണ്. കാലിഗ്രാഫർ എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത്, അതായത് ഇംഗ്ലീഷിലുള്ള കയ്യെഴുത്ത് പ്രതി, ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് ലിപി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. കാലിഗ്രാഫർ, അതായത് കയ്യെഴുത്ത് പ്രതി ഇംഗ്ലീഷിൽ തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയെ ഡെക്കറേറ്റ് ചെയ്തത് ശാന്തി നികേതനിലെ നന്ദലാൽ ബോസും റാം മനോഹർ സിൻഹയും കൂടെ ചേർന്നിട്ടാണ്. ഇതിന്റെ ഹിന്ദി വേർഷൻ, ഭരണഘടനയുടെ ഇംഗ്ലീഷ് വേർഷൻ പ്രേം ബിഹാരി നരൻ റൈസാദയാണ് എഴുതി തയ്യാറാക്കിയത്. റൈസാദ് അത് ഇറ്റാലിക് സ്റ്റൈലിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ ഹിന്ദി വേർഷൻ തയ്യാറാക്കിയത് വസന്ത് കിഷൻ ആണ്. ഹിന്ദി വേർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാലിഗ്രാഫ് ചെയ്തത് ആരാണ്? വസന്ത് കിഷൻ ആണ്. വസന്ത് കിഷൻ. കാലിഗ്രാഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യെഴുത്ത് പ്രതി, എഴുതി ചേർത്തത്. ഓക്കെ. ഇനി നമുക്ക്
നോക്കാനുള്ളത് എന്താണ് നമ്മളുടെ വിമൻ മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിമൻ മെമ്പേഴ്സ് എത്ര എണ്ണമായിരുന്നു? ആകെ 15 മെമ്പേഴ്സ് ആണ്. 15 വിമൻ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അമ്മു സ്വാമിനാഥൻ ഉണ്ടായിരുന്നു, ആനി മസ്ക്രീൻ ഉണ്ടായിരുന്നു, ബീഗം ഹൈസാസ് റസൂൽ ഉണ്ടായിരുന്നു, ദാക്ഷായണി വേലായുധൻ, ജി ദുർഗാബായ്, ഹൻസ മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജ്കുമാർ അമൃത് കൗൾ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, അതുപോലെ തന്നെ നമ്മുടെ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇവരൊക്കെ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ വനിതാ മെമ്പേഴ്സ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു? 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്നത്. അമ്മു സ്വാമിനാഥൻ ഉണ്ടായിരുന്നു, ആനി മസ്ക്രീൻ ഉണ്ടായിരുന്നു, ബീഗം ഹൈസാസ് റസൂൽ ഉണ്ടായിരുന്നു, ദുർഗാബായി ഉണ്ട്, ദാക്ഷായണി വേലായുധൻ ഉണ്ട്, അൻസ മേത്ത, കമല ചൗധരി, മാലതി ചൗധരി, ലീല റോയ്, പൂർണിമ ബാനർജി, രാജ്കുമാർ അമൃത് കൗൾ, രേണുക റായ്, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓക്കെ, ഇതിൽ സരോജിനി നായിഡു അല്ലെ, സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സരോജിനി നായിഡു എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ലേഡിയാണ്. ഗവർണർ ആവുന്ന ആദ്യത്തെ ലേഡിയാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നൈറ്റിംഗേൽ എന്നാണ് ആരറിയപ്പെടുന്നത്? സരോജിനി നായിഡു അറിയപ്പെടുന്നത്. ഇനി നമ്മുടെ വിജയലക്ഷ്മി പണ്ഡിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയലക്ഷ്മി പണ്ഡിറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ഒരു അംബാസഡർ ആവുന്ന ഫസ്റ്റ് അംബാസഡർ ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സുജേത കൃപലാനിയുടെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിത സുജേത കൃപലാനിയാണ്. ഓക്കെ, ദെൻ നമ്മുടെ രാജ്കുമാരി അമൃത് കൗൾ ഉണ്ട് അല്ലെ, രാജ്കുമാരി അമൃത് കൗൾ. അതെ, രാജ്കുമാരി അമൃത് കൗൾ എന്താണ്? ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡൽഹിയിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഫൗണ്ടർ ആണ് രാജ്കുമാരി അമൃത് കൗൾ എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ ക്യാബിനറ്റിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ലേഡിയും കൂടിയാണ് രാജ്കുമാരി അമൃത് കൗൾ. സെൻട്രൽ ക്യാബിനറ്റിൽ അംഗമായിട്ടുള്ള ആദ്യ വനിതയും കൂടിയാണ് രാജ്കുമാരി അമൃത് കൗൾ എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നമ്മുടെ ഹൻസ മേത്തയുണ്ട്. ഹൻസ മേത്ത അല്ലെ, ഇവിടെ നമ്മുടെ ഹൻസ മേത്തയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടെ ട്രൈകളർ ഫ്ലാഗ് അല്ലെ, ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുന്ന സമയത്ത് ആ പതാക ഉയർത്താൻ വേണ്ടി മാറിയത് ആരാണ്? ഹൻസ മേത്തയാണ് അത് കൈമാറിയത് അല്ലെ. ഇതില് 3 മലയാളികളുണ്ട് കേട്ടോ. ഈ 15 വിമൻസിൽ 3 മലയാളികളുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ അമ്മു സ്വാമിനാഥൻ ഒരു മലയാളിയാണ്. അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്നുള്ള മലയാളിയാണ്. ആനി മസ്ക്രീൻ ഒരു മലയാളിയാണ്. ദാക്ഷായണി വേലായുധനും ഒരു മലയാളിയാണ്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, ഇവർ 3 പേരും എന്താണ്? മലയാളീസ് ആണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിട്ടുള്ള മലയാളീസ് ആണ് ഇവര് 3 പേരും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുടെ 60ഓളം വരുന്ന രാജ്യങ്ങളുടെ ഭരണഘടനയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ 10ഓളം രാജ്യങ്ങളുടെ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ കടമെടുത്ത ആശയങ്ങളെ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഫസ്റ്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇന്ത്യ ഒരുപാട് ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഫെഡറൽ സിസ്റ്റം, ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണ് അല്ലെ. അതായത് സെൻട്രലിനും സ്റ്റേറ്റിനും ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനും ഒക്കെ ഇടയിലേക്ക് അധികാരങ്ങൾ വിഭജിക്കപ്പെടുന്നുണ്ട്. ആ സിസ്റ്റം, ഫെഡറൽ സിസ്റ്റം, ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഗവർണറുടെ ഓഫീസ് എന്നുള്ള പദവി ഈ ഒരു ആക്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. എമർജൻസി പ്രൊവിഷൻസ്, അതായത് എമർജൻസി പ്രൊവിഷൻസ് വരുന്ന സമയത്ത് പ്രസിഡന്റിന്റെ റൂൾ ആയിരിക്കും, സെൻട്രലിന്റെ ഇന്റർവെൻഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. ഫെഡറൽ ജുഡീഷ്യറി പ്രൊവിഷൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. പി എസ് സിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, പി എസ് സിയിലേക്ക് എങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടണം എന്നുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 1935 നിന്നും കടമെടുത്തതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു
ഭരണമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിം വർക്ക്, ഗവൺമെന്റിന്റെ ഒരു ഗവേണൻസ് മെക്കാനിസം ഒക്കെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ദെൻ UK ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്ത്യ എന്തൊക്കെ ഒരുപാട് ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ നമ്മുടെ പാർലമെന്ററി സിസ്റ്റം UK നിന്നും കടം കൊണ്ടതാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും നിയമ പരിരക്ഷ കിട്ടേണ്ടതുണ്ട് എന്ന് പറയുന്ന റൂൾ ഓഫ് ലോ എടുത്തിട്ടുള്ളത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുമാണ്. ദെൻ നമ്മുടെ പാർലമെന്ററി സിസ്റ്റവും പാർലമെന്ററി പ്രൊസീജിയർ, അതായത് ഡിബേറ്റ്, ലെജിസ്ലേഷൻ പാസ് ചെയ്യുക, ഇതുപോലുള്ള ആശയങ്ങളൊക്കെ പാർലമെന്ററി ആശയങ്ങളൊക്കെ കടം കൊണ്ടിട്ടുള്ളത് UK നിന്നുമാണ്. ഏക പൗരത്വം എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പ് കടമെടുത്തിട്ടുള്ളത് UK നിന്നുമാണ്. ക്യാബിനറ്റ് സിസ്റ്റം, അതായത് പ്രധാനമന്ത്രി ഹെഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും എന്നുള്ളതും കടം കൊണ്ടിട്ടുള്ളത് UK നിന്നുമാണ്. നമ്മുടെ എഴുതി തയ്യാറാക്കിയ ലിഖിത ഭരണഘടന ഏത് പ്രകാരമാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് US ബിൽ ഓഫ് റൈറ്റിൽ നിന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ട് UK നിന്നും കടം കൊണ്ടിട്ടുള്ള ആശയമാണ്. ജുഡീഷ്യൽ റിവ്യൂ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്തെങ്കിലും നിയമമൊക്കെ പാസ്സാക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, കോർട്ടിന് പരിശോധിക്കാം അത് ഭരണഘടനയ്ക്ക് ഹാനികരമാകുന്ന, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ഹനിക്കുന്ന എന്തെങ്കിലും ആ ലോയിലുണ്ടോ, ഉണ്ടോ എന്ന് ആർക്ക് ചെക്ക് ചെയ്യാം? കോർട്ടിന് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആ ജുഡീഷ്യൽ റിവ്യൂ UK നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. ദെൻ പ്രസിഡന്റിന്റെ പൊസിഷൻ, അതായത് സ്റ്റേറ്റിന്റെ ഹെഡ് ആയിട്ട് ആരുണ്ടായിരിക്കും? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. പ്രസിഡന്റ് ആയിരിക്കും സ്റ്റേറ്റിന്റെ ഹെഡ്. ഗവൺമെന്റിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ, ഗവൺമെന്റിന്റെ ഹെഡ് പ്രധാനമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റിന്റെ ഹെഡ് പ്രസിഡന്റ് ആയിരിക്കുമെന്ന ആശയവും UK നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇതൊക്കെ. ഐലൻഡ് അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ് DPSP. ദെൻ രാജ്യസഭയിലേക്ക് 14 മെമ്പേഴ്സിനെ ആർക്ക് നോമിനേറ്റ് ചെയ്യാം? പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം അല്ലെ, നാമനിർദ്ദേശം ചെയ്യിപ്പിക്കാം. ആ ഒരാശയം കടം കൊണ്ടിട്ടുള്ളത് ഐലൻഡിൽ നിന്നുമാണ്. ദെൻ സിറ്റിസൺസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും, ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള ആശയം ഐലൻഡിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ദെൻ കാനഡയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ, കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഏതൊക്കെയാണ്? ഫെഡറൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, സെൻട്രലിനും സ്റ്റേറ്റിനും ഇടയ്ക്ക് എങ്ങനെ പവറുകൾ, അധികാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം എന്നുള്ളത് കാനഡയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ഗവർണേഴ്സിന്റെ സെൻട്രൽ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ് ആസ് സെന്റേഴ്സ് റെപ്രസെന്റേറ്റീവ്സ് ഇൻ സ്റ്റേറ്റ്സ് അല്ലെ, സെൻട്രൽ ആണ് ഓരോ സ്റ്റേറ്റിലേക്കും ആ സ്റ്റേറ്റിന്റെ തലവന്മാരായിട്ട് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് ഗവർണേഴ്സിനെ സെന്റർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു രീതി കാനഡയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ദെൻ ത്രീ ഫോൾഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇവ അടങ്ങുന്ന ത്രീ ഫോൾഡ് ഡിവിഷൻ, പവറിന്റെ ത്രീ ഫോൾഡ് ഡിവിഷൻ കാനഡയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ദെൻ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ്, അതായത് സെൻട്രലും സ്റ്റേറ്റും നിയമം നിർമ്മിക്കാൻ പറ്റുന്ന വിഷയം, കൺകറന്റ് ലിസ്റ്റ് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓസ്ട്രേലിയയാണ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ലെജിസ്ലേറ്റീവ് ഡെഡ്ലോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ, പാർലമെന്റിനെ രണ്ട് സഭകളെയും ഒരുമിച്ച് വിളിച്ചു ചേർക്കാനുള്ള അധികാരമുണ്ട് അല്ലെ, രാജ്യസഭയെയും ലോകസഭയെയും ഒരുമിച്ച് വിളിച്ചിരുത്താനുള്ള അധികാരമുണ്ട്. അത് ഓസ്ട്രേലിയയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ദെൻ ജർമ്മനി വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണ്? എമർജൻസി, അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങളെ റദ്ദ് ചെയ്യാമെന്നുള്ള ആശയം ജർമ്മനിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. എമർജൻസി എവിടെ നിന്നും കടം കൊണ്ടിട്ടുള്ളതായിരുന്നു? യെസ്, എമർജൻസി നമ്മള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നുമാണെന്നുണ്ടെങ്കിൽ ആ എമർജൻസി സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റിനെ ഡിനൈ ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം എന്നുള്ള ആശയമാണ് ജർമ്മനിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ, എന്തെങ്കിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് സംഭവിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും ജർമ്മനിയിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. ദെൻ ഫ്രാൻസിൽ നിന്ന്, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണ്? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന്റെ ആശയമായ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഫ്രാൻസിന്റെ പ്രിയാമ്പിളിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രിയാമ്പിളിലാണ് ഇത് മെയിൻ ആയിട്ടും അടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ആശയവും ഫ്രാൻസിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്.
സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്തൊക്കെയാണ്? പ്രൊസീജിയർ ഫോർ അമെൻഡിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യൽ മജോറിറ്റി, സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻമെന്റ് ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റിയുടെയും സ്റ്റേറ്റ് റാറ്റിഫിക്കേഷന്റെയൊക്കെ ആവശ്യം വരും എന്നുള്ള ആശയം കൈക്കൊണ്ടത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ദെൻ അറ്റ്ലാസ് ജപ്പാനിൽ നിന്നും എന്തൊക്കെ കടം കൊണ്ടിട്ടുണ്ട്? പ്രൊവിഷൻ ഫോർ ലിമിറ്റിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസീസ് വിയ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്തുണ്ടാവും? ചില ലിമിറ്റേഷൻസ് ഒക്കെ വരുത്തും. സസ്പെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ലിമിറ്റേഷൻസ് ഒക്കെ വരുത്തും നിയമത്തിന് അനുസൃതമായിട്ട് എന്നുള്ള ആശയം ജപ്പാനിൽ നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, ഈ ആശയങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ബോറോയിങ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ 21 നാളെ 21 നവംബറിന് എന്ത് ചെയ്യും? നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസിന് ഈ 2 പാർട്ടും പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആൻസർ ജസ്റ്റ് ഒരു ടെസ്റ്റ് പോലെ നിങ്ങൾ AB എന്നിട്ട് അല്ലെങ്കിൽ 1 2 3 എന്നിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നാളെ രാത്രി ഏകദേശം ഒരു 12 മണിയോട് കൂടി, നൈറ്റ് 12 മണിയോട് കൂടിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇടാം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് മാച്ച് ചെയ്ത് നോക്കിയിട്ട് എത്ര സ്കോർ കിട്ടിയെന്ന് നോക്കിയാൽ മതി. ഇനി സ്കോർ കുറവാണെങ്കിൽ വീണ്ടും വീഡിയോസും ക്ലാസ്സസും നോട്ട്സും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തറമാക്കിയിട്ട് അവിടെ വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലേണിംഗ്.